വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ അഡ്വക്കേറ്റ് PK വിജയൻ നല്ലൊരു പഠനം നടത്തി തയ്യാറാക്കിയ പുസ്തകമാണ് ഈ സുയോധന പർവ്വം. പുസ്തകത്തെക്കുറിച്ച് ഡോക്ടർ പ്രിയദർശൻ ലാൽ സംസാരിക്കുന്നതിൻ്റെ അവസാന ഭാഗമാണ് എനിക്ക് കേൾക്കാൻ കഴിയുന്നത്. ഈ പുസ്തകത്തെക്കുറിച്ച് അദ്ദേഹം പ്രകടിപ്പിച്ചതുപോലെ ഒരു അഭിപ്രായം വരുന്നതിൽ ആശ്ചര്യമൊന്നുമില്ല. അത് സ്വാഭാവികമായി നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗത്തിൽ നിന്ന് വരാവുന്നതാണ്. അതിന് കാരണം PK വിജയൻ അദ്ദേഹത്തിൻ്റെതായ ധാരണകളിലൂടെയാണ് സുയോധനെ അവതരിപ്പിക്കുക. അതിന് അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ അവതരിപ്പിക്കുക. അത് സമൂഹം സ്വീകരിക്കുമോ സ്വീകരിക്കില്ല എന്നുള്ളതിനെ കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ ഞാനാളല്ല. പക്ഷെ ശക്തമായ ചില കാര്യങ്ങൾ അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് മൂല്യം. അതിലൊന്ന് ദുര്യോധനെ ഒരു തിന്മകളുടെ മൂർത്തീകരണമായാണ് നമ്മുടെ സമൂഹ മനസ്സിൽ എത്തിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല എന്ന വാദമാണ് അഡ്വക്കേറ്റ് PK വിജയൻ ഉയർത്തുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വീക്ഷണമാണ്. അത് ചിന്തയുടെ വീക്ഷണമാണ് എന്ന് പ്രിയദർശൻ തെറ്റിദ്ധരിക്കേണ്ടതില്ല. അത് അഡ്വക്കേറ്റ് PK വിജയന്റെ ഒരു വീക്ഷണമാണ്. അദ്ദേഹം സമൂഹത്തിന്റെ മുന്നിൽ അത് അവതരിപ്പിക്കുക. ഞങ്ങളെ പറയുന്ന ചിന്തയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതിങ്ങനെ ചർച്ച ചെയ്ത് മഹാഭാരതത്തിൽ കഥാപാത്രം ഇങ്ങനെയുള്ളവരാണ് എന്നൊന്നുമുള്ള ഞങ്ങളാരും പറ്റിയിട്ടില്ല. പക്ഷേ PK വിജയൻ വെറുതെ പറഞ്ഞു പോകുകയല്ല. അദ്ദേഹത്തിന് വസ്തുതകൾ വെച്ച് വാദിക്കാൻ കോടതിയിൽ വാദിച്ച ശീലം വെച്ചുകൊണ്ടായിരിക്കണം. വെറുതെ പറയല്ല, കാര്യങ്ങൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് പറയുന്നത് എന്നതിന് പുസ്തകത്തിൽ തന്നെ ന്യായീകരണങ്ങൾ. ഞാനധികം സംസാരിക്കുന്നില്ല. എനിക്ക് 5 മണി കഴിയുമ്പോൾ ഒന്ന് പോകേണ്ടതാണ്. 5:25 എൻ്റെ ട്രെയിൻ. അപ്പോൾ ആ സമയം ഓടി ചെല്ലുമ്പോൾ ചിലപ്പോൾ ട്രെയിൻ പോയതിന് ബുദ്ധിമുട്ടാണ്. ഇവിടെ 5-8 മിനിറ്റ് മുമ്പ് ചെലവാണ്. ഇതിനകത്ത് ഇദ്ദേഹം അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചാതുർവർണ്ണത്തെ പറ്റി. ചാതുർവർണ്ണ്യം അയാസൃഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്ത ശ്രീകൃഷ്ണനായാലും പാണ്ഡവരായാലും
ഈ ഭീഷ്മരായാലും ദ്രോണരായാലും കൃപരായാലും ഈ അങ്ങനെയുള്ള കൗരവസഭയിലെ പ്രധാനികളെല്ലാവരും ചാതുർവർണ്ണത്തിന് വേണ്ടി നിലകൊണ്ടവരാണ്. ദുര്യോധനെ അവതരിപ്പിക്കുന്നത് ചാതുർവർണ്ണത്തിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുന്നവരായിട്ടാണ്. അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥ ശരിയല്ല എന്ന് ദുര്യോധനൻ ചിന്തിച്ചു എന്നുള്ളതാണ് പി.കെ. വിജയന്റെ വാദം. എന്നാൽ അദ്ദേഹം വസ്തുതകൾ അവതരിപ്പിക്കുന്നത് അത് മഹാഭാരതത്തിലുള്ള വസ്തുതകൾ തന്നെയാണ്. അതിലൊന്ന് കർണനെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട്, സൂതപുത്രൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് പൊതുവിലുള്ള മത്സരത്തിൽ നിന്ന് വിലക്കേർപ്പെടുത്തുന്ന ഘട്ടം വന്നപ്പോൾ ദുര്യോധനൻ ഇടപെട്ട് അംഗരാജാവായി വാഴിക്കുന്നതാണ്. അത് അന്നത്തെ കാലത്ത് വളരെ ധീരമായ ഒരു നടപടിയാണ്. പിന്നെ നമ്മൾ ഏതൊരാളും ഈ പ്രിയദർശന്റെ വികാരത്തോടെ തന്നെ മഹാഭാരതം വായിക്കുന്ന ഒരാളും ഏകലവ്യന്റെ തെരുവിൽ മുറിച്ച് ഗുരുദക്ഷിണ തരണമെന്ന് ദ്രോണർ പറഞ്ഞപ്പോൾ അതിനെ അനുകൂലിക്കുന്ന ഒരു മനസ്സ് പ്രിയദർശനം ഒരു ഗുരുവാണ്. ആ ഒരു മനസ്സ് ആ ഗുരുവിനുണ്ടാവും നിനക്ക് തോന്നില്ല. അത് നേരത്തെ പറഞ്ഞതിന്റെ ഭാഗം തന്നെയാണ്. ഈ പറഞ്ഞ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗം തന്നെയാണ്. വിഷാദൻ ആയിട്ടുള്ള ഒരാള് അന്നത്തെ ക്ഷത്രിയനേക്കാളും വലിയ കേവനായി മാറും. അപ്പോ അദ്ദേഹത്തിന്റെ വിരൽ അസ്ത്രം കൊടുക്കണമെങ്കിൽ ഈ വിരലുകൾ ആ വിരല് മുറിച്ചെടുക്കുക, ഗുരുദക്ഷിണയായി ചോദിക്കുക. ഗുരുവിനോട് അങ്ങേയറ്റത്തെ ബഹുമാനമുള്ള ഒരു സമൂഹം ചോദിച്ചത് വെട്ടിക്കൊടുക്കും. ആർക്കും ദ്രോണരുടെ ആ നടപടിയെ അംഗീകരിക്കാനാവില്ല. നിങ്ങൾ ഹിന്ദുത്വത്തിന്റെ വക്താവട്ടെ, അല്ലെങ്കിൽ ഗോവിന്ദമാഷ് പറഞ്ഞ പോലെ ആശയവാദിയാവട്ടെ, ഭൗതികവാദിയാവട്ടെ, ആരെങ്കിലും ആവട്ടെ, ഒരാൾക്കും ദ്രോണം ചെയ്ത ആ കാര്യം അംഗീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ന്യായവും അതിന് ഇതേവരെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഏകലവ്യനെ സുഹൃത്തായി സ്വീകരിക്കുന്നതൊക്കെ പി.കെ. വിജയന്റെ ഭാഗമായി പറഞ്ഞു പോകും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. എന്നാൽ അധിക്ഷേപം പി.കെ. വിജയന്റെ ഭാഗത്ത് വല്ലാതെ വരില്ല. അത് ദുര്യോധനെ മഹത്വവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി കുന്തിയെയും മക്കളെയും വല്ലാതെ അധിക്ഷേപിക്കുന്ന ഭാഷ തന്നെ പി.കെ. വിജയൻ ഉപയോഗിക്കണം. അതൊക്കെ പൊതുവെ സ്വീകരിക്കുന്നതിനെ കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ ഞാനാണല്ല. ഏതായാലും ഇത് നല്ലൊരു പണി എടുത്തുകൊണ്ട് അധ്വാനിച്ച് തയ്യാറാക്കിയൊരു പുസ്തകമാണ്. മഹാഭാരതം ഇവിടെ ഗോവിന്ദമാഷ് പറഞ്ഞതുപോലെ പലരും തയ്യാറാക്കിയിട്ടുണ്ട്, പല കോണിലൂടെ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. ജീവനെ പ്രധാന കഥാപാത്രമാക്കി നമ്മൾ ഇവിടെ തന്നെ പ്രധാനപ്പെട്ട പുസ്തകം ഉണ്ടായിട്ടുണ്ട്. കർണനെ കുറിച്ചുള്ള പുസ്തകം അനേക ഭാഷകളിൽ എഴുത്തുകാരൻ, നമ്മുടെ നാട്ടുകാരെല്ലാവരും എഴുത്തുകാരൻ തയ്യാറാക്കിയ പുസ്തകം ധാരാളം പതിപ്പുകൾ ഇറങ്ങിയതാണ്. അനേക മഹാഭാരതത്തെക്കാളും ചിലപ്പോൾ വായിച്ചു പോയിട്ടുള്ള പുസ്തകമായിരിക്കും ഈ ആധുനിക കാലത്ത്. അത് കർണനെ മഹത്വവൽക്കരിച്ചിട്ടാണ്. പക്ഷേ പി.കെ. വിജയന്റെ രീതിയല്ല അത് സ്വീകരിച്ചിട്ടുണ്ട്. ഇത് വളരെ രോഷത്തോടെയുള്ള ഒരു രീതിയാണ് വിജയൻ സ്വീകരിച്ചത്. അതെല്ലാം കർണനെ പറ്റി പറയുമ്പോൾ മാത്രമേ. എന്നാൽ കർണനെ ഏറ്റവും അധികം മഹത്വവൽക്കരിക്കുന്ന ഒരു രീതി തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല തരത്തിൽ തന്നെ ഇത് ആളുകൾ ചർച്ച ചെയ്യപ്പെടും. ഇതിന്റെ ഭാഗമായി ഹിന്ദുത്വത്തിന് എന്തെങ്കിലും വല്ലാതെ ആവേശം കിട്ടുമെന്നൊന്നും പറയാനില്ല. മഹാഭാരതത്തെ പലരും പല രീതിയിൽ സമീപിച്ചിട്ടുണ്ട്. പി.കെ. വിജയൻ അദ്ദേഹത്തിന്റെ ഒരു കഴിവ് ഈ രംഗത്ത് നല്ലതുപോലെ ഉപയോഗപ്പെടുത്തി.